പത്രങ്ങളിൽ വരാൻ പോകുന്നത് ഇന്ന് സ്ക്രോളായിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ കൗണ്ടർ പോയിന്റോ അല്ലെങ്കിൽ നേർക്കുനേരോ ഒക്കെ ആയിട്ട് ചർച്ചയ്ക്ക് വരുന്നത് ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമില്ലാത്ത ഈ മനുഷ്യാവകാശ പ്രവർത്തകന്റെ തീവ്രവാദ പ്രവർത്തനങ്ങളെ പറ്റിയായിരിക്കും. അതാണ് യഥാർത്ഥത്തിൽ നമ്മെ ഭയപ്പെടുത്തേണ്ട കാര്യം എന്നാണ് ഞാൻ പറയുന്നത്. നിയമവാഴ്ച എന്ന് പറയുന്നത് പതിവായി ഇപ്പോൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മുദ്രാവാക്യം, ഒരൊറ്റ ജനത ഇരട്ട നീതി. ഒരാളുടെ കൈവെട്ടുമ്പോൾ ആ കൈവെട്ടുന്ന ഒരു ക്രിമിനൽ കുറ്റമാണ്. വധശ്രമത്തിന് കേസെടുക്കേണ്ട കുറ്റം, മിക്കവാറും 10-15 വർഷമൊക്കെ ശിക്ഷിക്കാൻ സാധ്യതയുള്ള ഒരു കുറ്റം. അത് ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യണം. അതിന് പകരം പോപ്പുലർ ഫ്രണ്ടിന്റെ ഓഫീസ് നിലനിൽക്കുന്ന സ്ഥലങ്ങളിലേക്ക്, പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന ആസ്ഥാനത്തിലേക്ക് റെയ്ഡ് നടത്തുകയാണെങ്കിൽ കേരളത്തിലെ മിക്കവാറും 365 ദിവസവും റെയ്ഡ് നടത്തേണ്ട 2 ഓഫീസുകളുണ്ട്. ഒന്ന് തിരുവനന്തപുരത്തെ AKG സെന്ററും മറ്റൊന്ന് BJPയുടെ മാരാർജി ഭവനവും. ദിവസവും റെയ്ഡ് നടത്തേണ്ടി വരും. കാരണം നമ്മൾ കണക്കുകൾ നമ്മുടെ മുമ്പിൽ വെക്കുക. കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ ഏതൊക്കെ കുറ്റങ്ങൾ ചെയ്തു എന്ന് നമ്മുടെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പ്രസിദ്ധീകരിച്ച 2006 അവസാനിക്കുന്ന 10 വർഷത്തിനുള്ളിൽ ഏതൊക്കെ കുറ്റങ്ങൾ ചെയ്തു എന്നതിനെ കുറിച്ച് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിൽ, പോലീസിന്റെ കീഴിലുള്ള ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പ്രസിദ്ധീകരിച്ച കണക്കുകളിൽ ഏതാണ്ട് 60-70% അക്രമം കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ സമാധാനത്തിന്റെ മാടപ്രഭാവുകളായി താലിബാനിസത്തെ കുറിച്ച് ദിവസവും ജനജാഗ്രതാ പരേഡ് നടത്തിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയിൽപ്പെട്ട ആളുകളാണ് എന്നത് നമ്മൾ അവഗണിക്കാൻ പാടില്ല. അവരാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കണം എന്ന് നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ഭാരതീയ ജനതാ പാർട്ടിയുടെ വക്താക്കൾ ആരാ ഇവര്? CPM RSSുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ CPM യഥാർത്ഥത്തിൽ നഴ്സറി സ്കൂൾ വിദ്യാർത്ഥിയാണ്. അത്ര കുറച്ച് അക്രമേ അവർ ചെയ്തിട്ടുള്ളൂ. മറ്റവർ ഇന്ത്യ രാജ്യം മുഴുവൻ നമ്മുടെ ഉപപ്രധാനമന്ത്രിയായിട്ട് നമ്മുടെ മുമ്പിലൊക്കെ പ്രത്യക്ഷപ്പെട്ട് രാജ്യത്തിന്റെ പുരോഗതിയെ കുറിച്ചും വികസനത്തിനെ കുറിച്ചും ഒക്കെ വർണ്ണശബളമാർന്ന വാക്കുകൾ ഉപയോഗിച്ച് പ്രസംഗിച്ചു കൊണ്ടിരുന്ന ലാൽകൃഷ്ണ അദ്വാനി, അദ്ദേഹം 1990 ഇന്ത്യയിൽ രഥയാത്ര നടത്തിയിട്ട് 300-ലധികം വർഗീയ കലാപങ്ങൾ നടത്തുകയും 3000-ലധികം ആളുകളെ കൊല ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് പോപ്പുലർ ഫ്രണ്ടുകാരല്ല, നമ്മുടെ ഹോം മിനിസ്റ്ററുടെ കണക്കുകളാണ്. 1992 ഡിസംബറിൽ, 93 മാർച്ചില്, ജനുവരിയിൽ ബോംബെയിൽ മാത്രം മുസ്ലിം വിരുദ്ധമായ ഒരു കലാപം നടന്നപ്പോൾ ആയിരക്കണക്കിന് ആളുകളെ കൊലപ്പെടുത്തിയത് മിക്കപ്പോഴും RSSന്റെ BJPയുടെ സഖ്യശക്തിയായി നിൽക്കുന്ന, എന്നാൽ ഒരു സൈക്കിളിൽ ഡബിൾ വെച്ചതിന് പോലും കേസെടുക്കാൻ മഹാരാഷ്ട്രയിലെ പോലീസിന് ധൈര്യമില്ലാത്ത ബാൽ താക്കറെയാണ്. ഇതാണ് അക്രമത്തിന്റെ സ്വഭാവം. അത് കഴിഞ്ഞിട്ട് 2001 ഒരു മുഖ്യമന്ത്രിയുടെ ആശീർവാദത്തോടുകൂടി അവിടെ കീഴിലുള്ള മറ്റു മന്ത്രിമാരുടെ പൂർണ്ണമായ മാർഗനിർദ്ദേശത്തിന്റെ കീഴിൽ 2000-ലധികം മുസ്ലിം സഹോദരന്മാരെ പെട്രോൾ ഒഴിച്ചിട്ടും ഹോക്കി സ്റ്റിക്ക് കൊണ്ട് തച്ചിട്ടും കൊല ചെയ്തതിനെ കുറിച്ചുള്ള കണക്കുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇന്ത്യയിൽ മുഴുവൻ എവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടോ, എവിടെയൊക്കെ സാമുദായികമായ സംഘർഷം ഉടലെടുക്കുന്നുണ്ടോ, അപ്പോഴൊക്കെ ഒരു ഭാഗത്ത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ രാജ്യസ്നേഹികൾ എന്ന് അവകാശപ്പെടുന്ന വിഭാഗമാണ്. അവര് ഞങ്ങളെ ഭയപ്പെടുത്തരുത് എന്നാണ് ഞങ്ങൾ പറയാറ്. കാരണം 17 കൊല്ലത്തെ പ്രവർത്തനത്തിനിടയിൽ കേരളത്തിലെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ഈ പൊതുസമൂഹത്തിലേക്ക് കയറി പിടിച്ചിട്ട് പൊതുസമൂഹത്തിന്റെ മുകളിലുള്ള കുത്തക സ്ഥാപിക്കുന്നത് ഞങ്ങൾ തകർത്തിരിക്കുന്നു, ഞങ്ങൾ ഇനിയും അത് തകർത്തുകൊണ്ടേയിരിക്കുമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾക്ക് അതിലൊരു പ്രശ്നവുമില്ല. കാരണം ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭീഷണി വലതുപക്ഷ ഫാഷിസമാണ്. ആ വലതുപക്ഷ ഫാഷിസവും ഇസ്രായേലി ഭീകരതയും അമേരിക്കൻ നവലിബറൽ സാമ്പത്തിക രാഷ്ട്രീയ വീക്ഷണങ്ങൾ കൂടി ചേർന്ന് നിന്നുകൊണ്ട് ഈ രാജ്യത്തെ 70% ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്ക് തട്ടിമാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നും രാജ്യത്തെ മുഴുവൻ വിഭവങ്ങൾ, മുഴുവൻ ഖനിജങ്ങള് ഒരു 100-200 കുടുംബങ്ങളിലേക്ക് ഒതുക്കുകയാണെന്നും ഞങ്ങൾ കരുതുന്നു. അതിനെതിരായി ഞങ്ങൾ സംസാരിക്കും. അത് പോപ്പുലർ ഫ്രണ്ടിന്റെ ഓഫീസുകൾ റെയ്ഡ് ചെയ്തതുകൊണ്ടോ ഞങ്ങളെ നിരോധിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അവസാനിക്കുന്ന ഒരു ചരിത്ര ദൗത്യമല്ല എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നത് ഞാൻ തയ്യാറാണ്. കാരണം എന്റെ മുമ്പിലിരിക്കുന്ന സഹോദരന്മാര്, ഞാൻ വിചാരിച്ചില്ല ഇത്രയധികം സഹോദരന്മാര് നിമിഷ നേരം കൊണ്ട് ഇന്നലെ വൈകുന്നേരം വരെ ഒരു സമ്മതം നൽകുന്നതിനെ കുറിച്ച് പോലീസ് മടിച്ചു നിൽക്കുകയായിരുന്നു. എന്താണ് ചെയ്യേണ്ടത്? നിയമപരമായി കാര്യങ്ങൾ ചെയ്യുക എന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ മറ്റൊരു ചരിത്ര ദൗത്യമായതുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി നടക്കാൻ സാധ്യതയില്ല എന്ന് വിചാരിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് പോലീസിൽ തന്നെ നിഷ്പക്ഷമായി കാര്യങ്ങൾ അപഗ്രഥിക്കുകയും ഈ തരത്തില്
ഒരു വർഗീയ ധ്രുവീകരണത്തിന് സഹായിക്കുന്ന വിധത്തിൽ പോലീസ് നടപടികൾ പോകരുത് എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന വളരെ സത്യസന്ധന്മാരായ നിഷ്പക്ഷരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇടപെട്ടതുകൊണ്ട് ഞങ്ങൾക്ക് സമ്മതം കിട്ടിയപ്പോ 10-20 ദിവസം ചാനലുകളിലുള്ള കഥ കണ്ടാൽ ഏത് ആളുകളാണ് ആ സംഘടനയുടെ പ്രവർത്തനത്തിന് വരിക? ഇത് പോപ്പുലർ ഫ്രണ്ടാണ്. അവര് കൂടുതൽ ചാനലുകൾ, നിങ്ങൾ ഓരോ ദിവസവും ചാനലുകളിൽ പുതിയ പുതിയ കഥകൾ പറഞ്ഞാല് പോപ്പുലർ ഫ്രണ്ടിന് കൂടുതൽ ആളുകൾ ഉണ്ടാവുക തന്നെ ചെയ്യും. അതിനൊരു സംശയവുമില്ല. കാരണം വളരെ സത്യസന്ധമായി ഈ രാജ്യത്തെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് സത്യസന്ധമായി അപഗ്രഥിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം എന്ന നിലക്ക് വർഗീയ ധ്രുവീകരണം സാധ്യമല്ല, അപകടകരമാണെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. ഒരു വാർത്ത എന്ന നിലയ്ക്ക് ഞാൻ പറയാം, കർണാടകത്തില് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകന്മാര് ഏതാണ്ട് 100 കണക്കിന് പ്രവർത്തകന്മാര് കർണാടകത്തില് കേസുകൾ അഭിമുഖീകരിക്കുന്നു. അപ്പൊ നമുക്ക് തോന്നുന്നു കേരളത്തിലെ മാതിരി വലിയ അക്രമങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവര്. കേരളത്തിലെ മാതിരി എന്ന് പറയണ്ട, കേരളത്തിൽ ഒരക്രമവും പോപ്പുലർ ഫ്രണ്ട് ചെയ്യാറില്ല. മൂവാറ്റുപുഴയിലുണ്ടായ സംഭവം നിർഭാഗ്യകരമായ ഒരു രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഉടലെടുക്കുന്ന ദൗർഭാഗ്യകരമായ ഒരു സംഭവം. കർണാടകത്തിൽ 100 കണക്കിന് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകന്മാർ എന്തിനാ കേസിനെ അഭിമുഖീകരിക്കുന്നത്? അവര് ഒറീസയിൽ ക്രിസ്ത്യാനികൾക്കെതിരെ ബജരംഗളും ഈ പ്രവീൺ തൊഗാഡിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഒമ്പിച്ച സമാധാന വായ്പയുളവാക്കുന്ന പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ട് ഇന്ത്യയുടെ പല ഭാഗത്തും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പ്രവീൺ തൊഗാഡിയയുടെ നേതൃത്വത്തിലുള്ള അദ്ദേഹത്തിന്റെ നേതൃത്വം അംഗീകരിക്കുന്ന ബജരംഗള് ഒറീസയില് ക്രിസ്ത്യാനികളായി മാറിയിട്ടുള്ള ഈ ദളിത് സമൂഹങ്ങൾക്കെതിരെ, ദളിത് ഗോത്രങ്ങൾക്കെതിരെ ആക്രമണം നടത്തിവിട്ടപ്പോ, കണ്ടമാൽ എന്ന് പറയുന്ന സ്ഥലത്ത് ആക്രമണം നടത്തിയപ്പോ നമ്മുടെ കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ പത്രം അത് 6-ാം പേജിലെ അടിയിൽ ഒരു ചെറിയ ചരമക്കോളത്തിന്റെ ചോട്ടിൽ ഒരു ചെറിയ വാർത്തയെ ചോദിക്കുകയാണ് ചെയ്തത്. അങ്ങനെ കണ്ടമാലിൽ ഇപ്പോഴും നമ്മുടെ ഒരു ലേഖകൻ, ഡൽഹിയിലുള്ള ഒരു ലേഖകൻ കണ്ടമാലിലുള്ള ഒരു മലയാളിയായ പുരോഹിതനോട് ഇത് സംബന്ധിച്ച് ചോദ്യം ചോദിച്ചപ്പോ അദ്ദേഹം ഒന്ന് മടിച്ചു നിന്നു. മലയാള മനോരമന്റെ വായനത്തെ ഒന്ന് മടിച്ചു നിന്നു. അവിടെ എന്താ സംഭവം എന്ന് ചോദിച്ചു. ആളുകൾക്ക് എപ്പോഴും വരാൻ പാടില്ല, ഞങ്ങളൊക്കെ ഹിന്ദുക്കളാണ് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റുമായിട്ട് കാവിക്കുറി ഒക്കെ ആയിട്ട് തൊട്ടിട്ട് വന്നാലേ കണ്ടമാലില് ചില ഗ്രാമങ്ങളിലേക്ക് ക്രിസ്ത്യാനികൾക്ക് പ്രവേശനമുള്ളൂ. ഈ പുരോഹിതനോട് നമ്മുടെ ലേഖനം ചോദിച്ചപ്പോൾ അദ്ദേഹം ആദ്യം മടിച്ചു. പിന്നെ പറഞ്ഞു അവസ്ഥ പഴയത് തന്നെയാണ്. ഈ കണ്ടമാലില് ക്രിസ്ത്യാനികൾക്കെതിരെ ആക്രമണം നടന്നപ്പോ അതിൽ പ്രതിഷേധിച്ചതിനാണ് കർണാടകയിലെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകന്മാർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. പക്ഷെ അതിൽ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. കാരണം നമ്മുടെ രാജ്യത്തിന്റെ പൊതുവായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന വിഷയത്തിൽ, രാജ്യത്തിന്റെ പൊതുവായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന വിഷയത്തിൽ ചെറിയ രാഷ്ട്രീയ കാരണങ്ങൾ വെച്ച് പക്ഷപാതപരമായി പെരുമാറുക എന്നുള്ളത് പോപ്പുലർ ഫ്രണ്ടിന്റെ നയപരിപാടികളിൽ പെട്ടതല്ല. അതുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് വളർന്നെടുത്തിട്ടുള്ള ഒരു ചെറിയ പ്രസ്ഥാനം. നമ്മുടെ മാധ്യമപ്രവർത്തകർ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഞങ്ങൾക്ക് പിന്തുണ നൽകുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. കേരളത്തിൽ നിന്നൊരു പ്രസ്ഥാനം, മനുഷ്യാവകാശ പ്രസ്ഥാനം, പൗരാവകാശങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന ഒരു പ്രസ്ഥാനം, നമ്മുടെ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന